ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ പാൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നതാണ്. 46 തൊട്ട് 50 സൈസിൻ്റെ ഇടയിൽ, അതായത് ഹിപ്പിൻ്റെ വണ്ണം 46 തൊട്ട് 50ൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന പോലത്തെയുള്ള ഒരു കട്ടിംഗ് ആണേ. ഏറ്റവും ആദ്യം തന്നെ ഞാൻ പാൻറ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ വരുന്നിടത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിൽ നമുക്ക് എങ്ങനെയാണ് അളവെടുക്കേണ്ടത്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഐക്കാട്ടി കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ ക്ലോത്തിനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രണ്ടും ബാക്കും ഇതേ ലെയറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം 2 ലെയർ മാത്രം ഇട്ടിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത 2 ലെയറിൽ ബാക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സീം അലവൻസ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 36 ഇഞ്ചാണ് എനിക്ക് വേണ്ടിയ ടോട്ടൽ ലെങ്ത് എന്നുള്ളത്. അതിൽ ഞാൻ 1.5 ഇഞ്ചിൻ്റെ ബാൻഡ്, എലാസ്റ്റിക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1.5 ഇഞ്ചിനെ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 34.5 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ 34.5യുടെ കൂടെ തയ്യൽ തുമ്പ് മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേന് 35. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തെടുത്തു നിന്ന് 35 ഇഞ്ച് മുകളിലേക്ക് ടോട്ടൽ ലെങ്ത് എന്നുള്ള പോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ക്രോച്ചിൻ്റെ ലെങ്ത് ആണ്. ഇവിടുത്തെ ക്രോച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണേ. അപ്പോൾ 36 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ടേപ്പ് പിടിച്ചിട്ട് അവിടെ നിന്നും 13 ഇഞ്ച് ക്രോച്ച് ലൈൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ 35 എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ വരുന്ന പോലെ പ്ലേസ് ചെയ്തിട്ട് 13 ഇഞ്ചിൽ കൃത്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേ സമയത്ത് നമ്മൾ മുട്ടിൻ്റെ ഇറക്കം അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 21 ഇഞ്ചിലാണ്. അപ്പം നമ്മൾ ഈ 2 ലൈനും സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് ലെങ്ത് അഥവാ ക്രോച്ചിൻ്റെ ലെങ്ത് ഇത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു നിന്ന് ഒരു 3/4 ഇഞ്ച് സൈഡിലേക്കാക്കി ജസ്റ്റ് ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സൈഡിലായിരിക്കണം ഫോൾഡ് വരുന്ന ഭാഗം. അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്നും നമ്മുടെ ക്രോച്ചിൻ്റെ വിഡ്ത്ത് അത് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ക്രോച്ചിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ക്രോച്ചിൻ്റെ വിഡ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 14.75 ഇതിൻ്റെ പകുതി എത്രയാണ്? നമുക്ക് 7.25 ഒരു പോയിൻറ്റും ഒക്കെ എടുക്കാം. ഇത് നമ്മൾ ആ ഫോൾഡ് വരുന്നിടത്തുനിന്ന് നമ്മുടെ വശത്തെ ആ ഫോൾഡില്ലേ അവിടെ നിന്നും ഈ 7.25 ഒരു പോയിൻ്റ് എന്നുള്ളത് നമ്മൾ എല്ലാ ലൈനിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിലും ഇൻസൈഡ് ലെങ്തിൻ്റെ അവിടെയും മുട്ടിൻ്റെ ആ ഇറക്കം വരുന്നിടത്തും ഏറ്റവും താഴെ ഓപ്പണിങ് വരുന്നിടത്തും എല്ലാം ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ലൈൻസ് ഈ പോയിൻറ്റിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ച് വെക്കുക. ഇങ്ങനെ ലൈൻ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമുക്ക് കാണാനുള്ള എളുപ്പത്തിനും അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ സെൻറ്റർ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. ഇനി നമുക്ക് കാലിൻ്റെ ഓപ്പൺ വരുന്നിടത്ത് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. 6.5 മെഷർമെൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ പകുതി, അതായത് 3.25 സെൻറ്ററിൻ്റെ അപ്പുറേക്ക് 3.25 ഇപ്പുറേക്ക് 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ആ 2 ഇഞ്ചിൻ്റെ അവിടെ വരുന്നിടത്ത് ഇപ്പോൾ 3.25 കൊടുത്തല്ലോ, 3.25 അതിന് പകരം 4.25 കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ മടക്കി അടിക്കുന്ന സമയത്ത് ക്ലോത്ത് കുറവായിട്ട് വരും. ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ നമുക്ക് കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ട്രിം ചെയ്ത് ശരിയാക്കാം. മറ്റേന്ന് പറഞ്ഞാൽ കുറവായിരിക്കും മെറ്റീരിയൽ. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻസൈഡ് വിത്തിൻ്റെ ആ മാർക്കിങ് നമ്മൾ കൊടുത്തല്ലോ, അവിടെ നിന്നും ഈ ഓപ്പൺ വരുന്നിടത്തേക്ക് നമ്മൾ ഈ ടേപ്പിനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് അവിടെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം
ഉള്ളിലേക്ക് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റി ഒരു മാർക്കിംഗ് കൂടെ ചെയ്യാം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ആ മാർക്കിങ് വരെ എത്രയാണ് കിട്ടുന്ന മെഷർമെൻ്റ് എന്ന് നോക്കുക. അതേ മെഷർമെൻറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് ആ ലൈനിൻ്റെ അപ്പുറത്തേക്കുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ മാർക്കിങ്ങും ലെഗിൻ്റെ ഓപ്പൺ വരുന്ന മാർക്കിങ്ങും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ അപ്പുറയും വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഹിപ്പ് കർവ് സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിലുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇൻസൈഡ് വിത്തിൻ്റെ ആ മാർക്കിങ്ങും ഇപ്പോൾ നമ്മൾ ഈ മുട്ടിൻ്റെ അവിടെ പുതിയതായിട്ടൊരു മാർക്കിങ് ചെയ്തല്ലോ അതും തമ്മിൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കർവ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഭംഗി. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 2 പോയിൻറ്റും സ്കെയിലിൽ മീറ്റ് ചെയ്യുന്നിടത്ത് വേണം ഈ ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഈ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഹിപ്പിൻ്റെ സൈഡത്തെ ആ ഷേപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഷേപ്പ് എടുക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ മുകളിലത്തെ സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, ടോട്ടൽ ലെങ്ത്തിൽ നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈന്, അവിടെ ഒരു 3/4 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം ആ സ്കെയിൽ വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസൈഡ് വിട്ട് മാർക്ക് ചെയ്തല്ലോ 14 ഇഞ്ച് എന്നുള്ളത്, അവിടെ നിന്നും 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ആ ക്രോച്ചിൻ്റെ ആ ഷേപ്പ്, ഒരു ജെ ഷേപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ക്രോച്ചിൻ്റെ അവിടെ ചെറിയ അൺകംഫർട്ടബിളൊക്കെ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഫ്രണ്ടിൻ്റെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിൻ്റെ മാർക്കിങ് കാണാം. അപ്പോൾ ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഫ്രണ്ടിൻ്റെ ആ ക്രോച്ചിൻ്റെ ലെങ്ത് വന്ന് നിൽക്കുന്നിടത്തു നിന്ന് തന്നെ നമ്മൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എക്സ്ട്രാ ഒരു 2.5 ഇഞ്ച് ആ കൃത്യം പോയിൻറ്റിൽ നിന്നും മുന്നോട്ടായിട്ട് ബാക്കിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം മുട്ട് വരുന്നിടത്ത് 2 ഇഞ്ചും ബോട്ടത്തിൻ്റെ ഓപ്പൺ വരുന്നിടത്ത് ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രോച്ച് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഫ്രണ്ടിൽ ഒരളവും ബാക്കിൽ ഒരളവും ആയിരിക്കും. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം വരും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ട്രിം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേ ബി നമ്മുടെ ഷേപ്പിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഈ നീട്ടി വരയ്ക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ അതേ ക്രോച്ചിൻ്റെ ലെങ്താണ് കേട്ടോ. അപ്പോൾ അത് ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അപ്പോൾ ആദ്യം ഈ പിങ്ക് ലൈനില്ലേ, അതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ലൈനാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഇതേപോലെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ചെറിയ ലൈന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് വേണം അവിടുന്ന് വേണം നമ്മൾ ഈ പറഞ്ഞ 2.5 ഇഞ്ച് എക്സ്ട്രാ എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ടിൽ നമ്മൾ സീം അലവൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കത്തില്ല, ലൂസോ കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. നമ്മൾ ബാക്കിൻ്റെ പീസിലാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ടിൽ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി ക്രോച്ചിൻ്റെ സെക്ഷൻ നമുക്ക് നോക്കാം ബാക്കിൽ. അപ്പോൾ നമുക്കറിയാം 2.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മുന്നോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിംഗ് ഇല്ലേ, ഏതാ ഫ്രണ്ട് പീസിൻ്റെ ആ പിങ്ക് ലൈൻ മാർക്കിംഗ് ഇല്ലേ, അത് നമ്മൾ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഫ്രണ്ടിൽ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അകത്തുനിന്ന് 1.5 ഇഞ്ച് മാറ്റി ആണല്ലോ നമ്മൾ ആ ഷേപ്പ് എടുത്തത്. അതുപോലെ തന്നെ ഈ 2.5 ഇഞ്ച് വരുന്നിടത്തു നിന്ന് മുകളിലേക്ക് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വരയ്ക്കുമ്പോൾ കുറച്ച് മുകളിലേക്ക് എക്സ്ട്രാ നിൽക്കുന്ന പോലെ വരയ്ക്കാൻ നോക്കണേ. അതിന് ശേഷം ഫ്രണ്ടിലത്തെ ആ ലൈനുണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷൻ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഹിപ്പിൽ നമുക്കൊരു ഷേപ്പ് ഉണ്ടല്ലോ, ബട്ടക്സിൻ്റെ ഷേപ്പ്. ഈ ഷേപ്പ് കാരണം നമ്മൾ പാൻറ് ഇടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ അതേ അളവ് ബാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ
ഷേപ്പിൻ്റെ കാരണം കൊണ്ട് പാൻറ്റ് താഴേക്ക് ഇറങ്ങും, ബാക്ക് പീസ് മാത്രം. അപ്പോൾ അത് നമുക്കിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് മാത്രം എക്സ്ട്രാ കുറച്ച് മെറ്റീരിയൽ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുത്ത ആ പോയിൻറ്റും ഫ്രണ്ടിലത്തെ ആ സൈഡ് പോയിൻ്റ് ഉണ്ടല്ലോ അതുമായിട്ട് സ്ട്രെയിറ്റായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ലോപ്പ് കാണാൻ പറ്റും, ഒരു ചരിവ്. ഇങ്ങനെ വേണം പാൻറ്റ് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ജെ ഷേപ്പ് ബാക്കിലും വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്കിൻ്റെ മാർക്കിങ്ങും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സൈഡ് ഒരുപോലെ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രോച്ചും എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തതുമൊക്കെ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യണം. ബേസിക്കലി ബാക്ക് ആദ്യം കട്ട് ചെയ്യുക, അതായത് ആ ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. 2 പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ടിലത്തെ ആ പിങ്ക് ലൈന് മാർക്ക് ചെയ്തത് കട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.